ഓർഡിനറിയെ എക്സ്ട്രാ ഓർഡിനറി ആക്കിയിരിക്കുകയാണ് സംവിധായകൻ സുഗീത് തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ. ഒരു ബസ് കണ്ടക്ടർ ഇരവിക്കുട്ടൻ പിള്ളയായി കുഞ്ചാക്കോ ബോബനും ഡ്രൈവറായി ബിജു മേനോനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഓർഡിനറി. പക്ഷെ ഈ സിനിമയിലെ റിയൽ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഓർഡിനറി KSRTC ബസ്സാണെന്ന്. വിസിലടിയും ഡബിൾ ബെല്ലും സിംഗിൾ ബെല്ലുകളിലൂടെയും സംസാരിക്കുന്ന ഡ്രൈവർ കണ്ടക്ടർ കെമിസ്ട്രി കിഡുവായി അവതരിപ്പിച്ചിട്ടുണ്ട് ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും. ഏറെ പിടിച്ചുള്ള സംസാരമാണെങ്കിലും ബിജു മേനോൻ ഏറ്റവും നന്നായി ഹ്യൂമർ ചെയ്ത സിനിമയായിരിക്കും ഓർഡിനറി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഞെട്ടിപ്പിക്കുന്ന തമാശകൾ കണ്ടാൽ ആരും മതി മറന്ന് തിരിച്ചു പോകും. ഫുൾ ടൈം തണ്ണി അടിച്ച് ഫിറ്റായി നടക്കുന്ന വാവച്ചനായി ബാബുരാജും സ്കൂൾ മാസ്റ്റർ ജോസായി ജിഷ്ണു. ഇവരും സിനിമയിലെ നർമ്മത്തിന് രണ്ട് ഇമ്പോർട്ടന്റ് ചേരുവകളാണ്. ബാബുരാജ് ഓരോ സിനിമ കഴിയുമ്പോഴും പെർഫോമൻസ് ഗ്രാഫ് അങ്ങ് കുത്തനെ ഉയർത്തുവാണ്. മനുഷ്യ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഈ സിനിമയുടെ ലൊക്കേഷനായ ഗവി എന്ന മലയോര ഗ്രാമവും ഒരു പ്രധാന ക്യാരക്ടറാണ്. മഞ്ഞുമൂടിയ ഹെയർപിൻ വളവുകൾ സിനിമയ്ക്ക് ഒരു മിസ്റ്റീരിയസ് സ്വഭാവവും കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ടയ്ക്കടുത്തുള്ള ഈ സുന്ദരമായ മലയോര പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി മുഴുവനും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ക്യാമറമാൻ ഫേസൽ അലി. കൂട്ടത്തിൽ വിദ്യാസാഗറിന്റെ ഇമ്പമാർന്ന സംഗീതവും ഈ വിഷ്വൽസിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കേരള ടൂറിസത്തിന്റെ ആഡ് കാണുന്ന പോലുണ്ട് ഈ വിഷ്വലൈസേഷൻ. പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫിൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ള പെൺകുട്ടിയായി സ്മിത ശിവദാസ് ആൻ അഗസ്റ്റ് അവതരിപ്പിച്ച കഥാപാത്രവും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കാലങ്ങളായി ഒരു ചോക്ലേറ്റ് ഹീറോ ഇമേജിൽ നിന്നും ഒരു മോചനമില്ലാതിരുന്ന കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിലൂടെ അതും ലഭിച്ചു. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഈ സിനിമ ഒരിക്കലും ഓർഡിനറി അല്ല, സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ്. സൂപ്പർ ഡൂപ്പർ ഫാസ്റ്റ്.